വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സർക്കുലർ ലിങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കാണ്. സോ അപ്പം സർക്കുലർ ലിങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു വേരിയേഷനാണ്. സോ ട്രഡീഷണൽ ലിങ്ക് ലിസ്റ്റിന് നമുക്കറിയാം ഒരു ലിസ്റ്റ് ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് അതിൽ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ അഡ്രസ് പാർട്ട് എന്ന് പറയുന്നത് നള്ളായിരിക്കും. അതായത് ഒരു സെറ്റ് ഓഫ് നോഡുകൾ നമ്മൾ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ലിസ്റ്റ് എൻഡ് ചെയ്യുന്ന എവിടെയാണെന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ട്രഡീഷണൽ ലിങ്ക് ലിസ്റ്റിൽ തന്നെ ലാസ്റ്റ് നോഡിൻ്റെ ആ ലിങ്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നോഡിലേക്ക് തിരിച്ച് നമ്മൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് നമ്മൾ സർക്കുലർ ക്യൂവിൽ റെയറിൽ ഫുള്ളാവുമ്പം ഇൻസേർഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് വീണ്ടും ഇൻസേർഷൻ കൊടുക്കൂലേ, ഇൻ ദ സെയിം വേ നമ്മളിവിടെയും എന്താണ് ചെയ്യുന്നത്, ആ ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡിൽ അതായത് ലാസ്റ്റ് നോഡ് ആരാണോ ആ നോഡിനെ എഗെയിൻ നമ്മൾ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്നു. സോ അപ്പം ഇവിടെ നമുക്കൊരു കുറേ സെറ്റ് ഓഫ് നോഡ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ എൻഡ് എന്ന് പറയുന്നത് ലീനിയർ ലിങ്ക് ലിസ്റ്റിൻ്റെ ബിഗിനിങ് നോഡ് ആരാണ് അല്ലെങ്കിൽ എൻഡ് നോഡ് ഏതാണെന്നൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു കണ്ടിന്യൂസ് ലൂപ്പ് ഓഫ് ഇൻ്റർകണക്റ്റഡ് നോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ നോട്ട്സുകൾ ഒരു സർക്കുലർ ഫോമിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് നോഡ് എന്തിലേക്കായിരിക്കും, തിരിച്ച് ഫസ്റ്റ് നോഡിലേക്ക് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടെർമിനേറ്റിംഗ് നൾ പോയിൻ്റർ ഇല്ല. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹെഡിൽ നമ്മുടെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണുള്ളത്. ദെൻ അതിനുശേഷം അടുത്തടുത്ത നോഡുകളിലേക്ക് നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ 3 നോഡുകളാണുള്ളത്. അപ്പോൾ ഈ തേർഡ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ആക്ച്വലി നമുക്ക് ലീനിയർ ലിങ്ക് ലിസ്റ്റിന് നള്ളായിരുന്നു. പക്ഷേ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. സോ ഇതെന്ന് പറയുന്ന പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആര് തന്നെയായിരിക്കും, ഫസ്റ്റ് നോഡിന് തന്നെയായിരിക്കും. സോ ദിസ് ഈസ് എ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. here another example. അപ്പോൾ ഇവിടെ 3 നോഡുകളുണ്ട്. അപ്പോൾ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ ഇരിക്കുന്ന ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. സോ ദിസ് ഈസ് എ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ദെൻ ഇനി എന്താണ് നമ്മളിങ്ങനെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് നമുക്ക് എന്താണ്, ഏതൊരു നോഡിൽ നിന്നും ട്രാവേഴ്സ് ചെയ്യാം, ഒരു കണ്ടിന്യൂസ് ട്രാവേഴ്സൽ പ്രൊവൈഡ് ചെയ്യും. അവിടെ ഒരു നൾ വാല്യൂ വെച്ചിട്ട് നമ്മൾ അവിടെ ടെർമിനേറ്റ് ആയി പോകുന്നില്ല. സോ എവിടെ നിന്നാണ് തുടങ്ങുന്ന അവിടേക്ക് തന്നെ നമുക്ക് തിരിച്ചു വന്ന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടൊരു ട്രാവേഴ്സലിന് പോസിബിൾ ആക്കുന്നത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ് ട്രാവേഴ്സൽ വേണം എന്നുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഇൻസേർഷനും ഡിലീഷനും ഓപ്പറേഷനൊക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ഈ നമ്മുടെ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പോയിൻ്റർ അല്ലെങ്കിൽ ലിങ്ക് പോയിൻ്റർ തിരിച്ച് ഫസ്റ്റ് നോഡിലേക്കാണ് നമ്മൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഡേറ്റിനെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. ദെൻ അതുപോലെ തന്നെ ഈ ലൂപ്പ് എവിടെ തീരുന്നു എന്നുള്ളത് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനിങ് ആരാണ്, എൻഡ് ആരാണ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എൻഡ് എവിടെയാണെന്നുള്ളില്ല, കണ്ടിന്യൂസ് ലൂപ്പ് ഓഫ് നോഡ്സുകളായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സി പി യു സ്കെഡ്യൂളിംഗ് അൽഗോരിതംസിലൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ യൂട്ടിലൈസ് ചെയ്യാം. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കും. അപ്പോൾ അവിടെ ഈ ഒരു ഫീച്ചർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോസസ്സുകളെ ഒരു സർക്കുലർ മാനറിൽ നമുക്ക് ക്യൂ ചെയ്ത് വെക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഈ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം.
ദെൻ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത് ഫിബിനോസി ഹീപ്സ് ജനറേറ്റ് ചെയ്യാനാണ്. അപ്പം പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹീപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ സം ഡിസഡ്വാൻറ്റേജസും ഉണ്ട് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ദെൻ നമ്മൾ കോംപ്ലക്സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിംഗിളി ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ട് സിംഗിളി ലിങ്ക് ലിസ്റ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി ഒരു ലോജിക്ക് നമുക്ക് ഈ ഒരു സർക്കുലർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ദെൻ ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് റിവേഴ്സിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സിംഗിളിയോ അല്ലെങ്കിൽ ഡബിളി ലിങ്ക് ലിസ്റ്റിലോ റിവേഴ്സിങ് ചെയ്യുന്ന പോലെയല്ല. സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ റിവേഴ്സിങ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ഓപ്പറേഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സർക്കുലർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ റിവേഴ്സായി വരും എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് പോകും. അതായത് ട്രാവേഴ്സലിലും ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ഓപ്പറേഷനിൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഞാൻ ഉദ്ദേശിച്ചെടുത്ത് അതായത് ഞാൻ കറക്റ്റായിട്ടും ഇത് ട്രാവേഴ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കിതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പ് പോലെ ആയിരിക്കും വർക്ക് ചെയ്യുക. അതായത് എനിക്ക് ഇൻസേർഷൻ നടക്കാൻ പറ്റത്തില്ല, ആ ഒരു സാഹചര്യത്തിലേക്ക് പോകും. സോ ഇൻ ദ സെയിം ഫോർ ഡിലീഷൻ ഓപ്പറേഷൻ ടു. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന എലമെൻറ്റിന് കറക്റ്റായിട്ട് എനിക്ക് ട്രാവേഴ്സ് ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ ആ സർക്കുലർ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്തു എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. ദെൻ എൻഡ് ഓഫ് ദ ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പ് കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് സിംഗിളി ലിങ്ക് ലിസ്റ്റിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അൽഗോറിതംസിലൊക്കെ നമ്മളൊരു 3 or 4 നോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇത്രയും അല്ല. ഒരു റിയൽ ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും ഹൺഡ്രഡ്സ് ഓഫ് നോഡുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഹൺഡ്രഡ്സ് ഓഫ് നോഡുകളിലൂടെ ട്രാവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇവിടെ ഒരു എറർ അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ എൻഡ് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ അതായത് കാരണം ഇവിടെ നമുക്കൊരു പെർട്ടിക്കുലർ നൾ വാല്യൂ ഇല്ല, അതായത് ഇത് എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതില്ല. ദെൻ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ ഹെഡും അതായത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഹെഡിലിരിപ്പുണ്ട്. അപ്പം അതും ഈ ലാസ്റ്റ് നോഡും ഒരേ ആളിലേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ട്രാവേഴ്സ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഒരു എലമെൻസിനെ ഡയറക്റ്റ്ലി ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോഡിൽ ഫസ്റ്റ് ഹെഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്നും ട്രാവേഴ്സ് ചെയ്ത് പോയി അടുത്തടുത്ത നോഡുകളിലുള്ള ഡേറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഓരോ എലമെൻസിന് ഡയറക്റ്റ് ആക്സസ് നമുക്ക് ഇപ്പം തേർഡ് നോഡിനെ ഡയറക്റ്റ് എനിക്ക് ആക്സസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. സോ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ ഒരു സെർച്ച് ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഈ സെർച്ച് എന്ന് പറയുന്നത് ഹെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഹെഡിൽ ഇരിപ്പുണ്ട്. സോ ഒരു പോയിൻ്ററിനെ ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു, ഹെഡിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു PTR സെറ്റ് ചെയ്തു. സോ നൗ PTR വിൽ പോയിൻറ്റ് ദ ഫസ്റ്റ് നോഡ് ഓഫ് ദ ലിസ്റ്റ് അല്ലേ. ദെൻ എനിക്കിനി സെർച്ച് ചെയ്യേണ്ടുള്ള ഡേറ്റേനെ ഞാനൊരു കീ എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് വെച്ചു. സോ കീ ഹോൾഡ്സ് ദ സെർച്ച് ചെയ്യാനുള്ള ഡേറ്റ അല്ലേ. ദെൻ ഞാനിപ്പോൾ എനിക്ക് സെർച്ച് ചെയ്ത് ആ ഡേറ്റ ഹോൾഡ് ചെയ്യുന്ന നോഡ് വരെ എനിക്ക് എത്തണം. സോ അപ്പോൾ എപ്പോഴാണ് എനിക്ക് ഡേറ്റ ഹോൾഡ് ചെയ്യുന്ന നോഡ് വരെ എത്തുന്നത്, നമുക്ക് നമ്മുടെ പോയിൻ്റർ ഫസ്റ്റ് നോഡിലിരിക്കുന്നു. ദെൻ പോയിൻ്റ് ചെയ്യുന്ന ആ നോഡിലെ ഡേറ്റ നമ്മളുടെ കീ ആകുന്നത് വരേക്കും എനിക്ക് എന്ത് ചെയ്യണം, ട്രാവേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ വരെ ഇത് ട്രാവേഴ്സ് ചെയ്ത് ഇതൊരു സർക്കുലർ മാനറിൽ ഇരിക്കുകയല്ലേ. അതായത് ട്രാവേഴ്സ് ചെയ്ത് തിരിച്ച് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെൻറ്റ് ഈ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. സോ അപ്പോൾ ആ ഒരു 2 കണ്ടീഷനാണ് ഞാൻ ഇവിടെ ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വൈൽ ptr.data നോട്ട് ഈക്വൽ ടു കീ. സപ്പോസ് എനിക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് 9 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ptr.data എന്ന് പറയുന്നത് 3 ആണ്. 3ഉം 9ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സോ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ഡേറ്റ ഇവിടെ അല്ല. ദെൻ PTR എന്ന് പറയുന്നത് ഹെഡും അല്ല. PTR എന്ന് പറയുന്നത് ഹെഡും അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. സോ എൻ്റെ PTR ഇങ്ങോട്ടേക്ക് വന്നു, അടുത്ത ഇതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വന്നു. ദെൻ
ഇനി അടുത്ത എഗെയിൻ നമ്മൾ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നു. നോ പി ടി ആർ ഇവിടെ വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി ടി ആർ ഡോട്ട് ഡേറ്റ ഈക്വൽ ടു കീ ആണ്. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ പി ടി ആർ ഇവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ പി ടി ആർ ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നത് കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആണെന്ന് പറയാം. സപ്പോസ് എനിക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെൻറ്റ് ഒരു 20 എന്നുള്ള ഡേറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി ടി ആർ എന്ന് പറയുന്ന ഇവിടെ എത്തിയപ്പോഴും ഡേറ്റയായിട്ട് കമ്പയർ ചെയ്തു, നോ മാച്ച്. ദെൻ എഗെയിൻ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ടും നമ്മുടെ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്തു, സോ നോ മാച്ച് ആണെങ്കിൽ എഗെയിൻ നമ്മുടെ പി ടി ആറിന് എങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും പോകുന്നത്, പി ടി ആർ ഇസിക്കൽ ടു പി ടി ആർ ഡോട്ട് ലിങ്ക്. എഗെയിൻ നമ്മുടെ പി ടി ആർ ട്രാവേഴ്സ് ചെയ്ത് എഗെയിൻ ഇവിടേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫോൾസ് ആവും അല്ലേ, പി ടി ആർ നോട്ട് ഈക്വൽ ടു ഹെഡ്, ആ കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യും. അപ്പോഴാണ് ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഡേറ്റയും കീയും ഈക്വൽ അല്ല, സോ അതുകൊണ്ട് തന്നെ നമ്മൾ അൺസക്സസ്ഫുൾ ആണെന്ന് പറയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സിംഗിളി ലിങ്ക് ലിസ്റ്റിൽ നമ്മുടെ ഒരു പോയിന്റർ, ഇതിനെ ട്രാവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റർ, ആ പോയിന്ററിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാകുന്നത് വരെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ എഗെയിൻ നമ്മൾ പി ടി ആർ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടേക്ക് തന്നെ പി ടി ആറിൻ്റെ വാല്യൂ വരികയാണ്. എഗെയിൻ ആ ഹെഡിൻ്റെ വാല്യൂ തന്നെയാണ് പി ടി ആർ ട്രാവേഴ്സ് ചെയ്ത് വന്നപ്പോഴും കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം എന്താണ്, സെർച്ച് അൺസക്സസ്ഫുൾ ആണ്. സോ ഈ രീതിയിൽ ട്രാവേഴ്സൽ ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പം ഇൻസേർഷൻ എന്ന് പറയുന്നതായാലും ഡിലീഷൻ എന്ന് പറയുന്നതായാലും എല്ലാ ഓപ്പറേഷനും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ ഒരു ട്രാവേഴ്സൽ കൊടുത്തിട്ടാണ്. അപ്പോൾ പുതിയൊരു ഡേറ്റേനെ എനിക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ മുന്നേ ചെയ്ത അതേ അൽഗോരിതംസ് തന്നെ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് എൻഡിൽ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാവേഴ്സ് ചെയ്ത് വരണം. ഇവിടെ ട്രാവേഴ്സ് ചെയ്ത് വന്നിട്ട് പുതിയ നോഡിനെ ഇവിടേക്ക് അപ്പൻഡ് ചെയ്യുക. ആ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഹെഡിലേക്ക് കൊടുക്കുക. സോ ആ രീതിയിൽ നമുക്ക് ഇൻസേർഷൻ ചെയ്യാം. ഡിലീഷനും ഫസ്റ്റിൽ നിന്നോ ലാസ്റ്റിൽ നിന്നോ ഒക്കെ നമുക്ക് ഡിലീഷനും ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ഫാക്ടർ ഇതിങ്ങനെ ട്രാവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് ആ ഒരു കോൺസെപ്റ്റും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ എവിടേക്കാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ മുന്നേ പറഞ്ഞു റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് അൽഗോരിതംസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്ലിക് മാനറിലാണ് നമ്മൾ ഓരോ പ്രോസസ്സുകൾക്കും അവർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം സ്ലോട്ട് കൊടുക്കുന്നത്. ലൈക്ക് ഒരു പ്രോസസ്സിന് കുറച്ച് സമയം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിന് കൊടുക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് വർക്ക് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഒരു സർക്കുലർ ഫാഷനിൽ മെമ്മറി ബ്ലോക്സിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ എഫിഷ്യൻറ്റ് മെമ്മറി റീയൂസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മെമ്മറി മാനേജ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. ദെൻ ഗെയിംസിലും സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലെയേഴ്സിനെ സൈക്ലിക്കലി മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൾട്ടിപ്ലെയർ ഗെയിമിലാണെങ്കിൽ ഒരാൾക്ക് കുറച്ച് സമയം വർക്ക് ചെയ്യുക. അപ്പോൾ ആ പ്ലെയേഴ്സിന് എത്ര സമയം ഒരു പ്ലെയർ എത്ര സമയം പ്ലേ ചെയ്യാൻ പറ്റണം, അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലെയറിന് അവർക്ക് ചാൻസ് കൊടുക്കുക. സോ ആ രീതിയിൽ ഒരു മൾട്ടിപ്ലെയർ ഗെയിംസിലൊക്കെ നമുക്ക് ഈ ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഡേറ്റ ബഫറിങ്ങിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സർക്കുലർ ലിങ്ക് ലിസ്റ്റും ഓഫൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഇതൊക്കെയാണ് നമുക്ക് സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്.